ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് LDC LGS എക്സാംസിന് അതിന് മാത്രമല്ല PSC എക്സാംസിലെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് പഞ്ചവത്സര പദ്ധതികൾ. ഈ ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഞ്ചവത്സര പദ്ധതികൾ, എത്ര പഞ്ചവത്സര പദ്ധതികളാണ് ടോട്ടൽ ഉള്ളത്? 12 പഞ്ചവത്സര പദ്ധതികളാണ് ഉള്ളത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 തൊട്ട് 1956 വരെയുള്ളതാണ്. 56 വരെയാണിത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാല അളവ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ടൈമില് പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ടൈമില് പ്രധാനമന്ത്രി. പ്രാഥമിക മേഖലകളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതായിരുന്നു എന്ത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ എന്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതായിരുന്നു? പ്രാഥമിക മേഖലകളുടെ വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതായിരുന്നു എന്ത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹരോഡ് ദോമർ സാമ്പത്തിക മാതൃകയായിരുന്നു എന്ത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമായി സ്വീകരിച്ചിരുന്നത്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഓർക്കാനുള്ള കാര്യങ്ങള്: കാലയളവ് 1951 തൊട്ട് 1956 വരെ. ആ സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രാഥമിക മേഖലകളുടെ വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതായിരുന്നു എന്ത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹരോഡ് ദോമർ സാമ്പത്തിക മാതൃകയായിരുന്നു എന്ത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമായി സ്വീകരിച്ചിരുന്നത്. കാലയളവ് 1951 തൊട്ട് 56 വരെ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. പ്രാഥമിക മേഖലകളുടെ വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതായിരുന്നു എന്ത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. കൂടാതെ ഹരോഡ് ദോമർ സാമ്പത്തിക മാതൃകയായിരുന്നു എന്ത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി സ്വീകരിച്ചിരുന്നത്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956 തൊട്ട് 1961 വരെയാണ്. ത്വരഗതിയിലുള്ള വ്യവസായിക വൽക്കരണത്തിന് ഊന്നൽ നൽകിയുള്ളതായിരുന്നു എന്ത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തെന്നറിയപ്പെടുന്നു? മഹലനോബിസ് പദ്ധതി എന്ന് അറിയപ്പെടുന്നു. പ്രയുക്ത സ്ഥിതി വിവര ശാസ്ത്രജ്ഞനായിരുന്ന പ്രശാന്ത്ര മഹലനോബിസ് ആണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് എന്ത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. വൻ ജലവൈദ്യുത പദ്ധതികളും ഇരുമ്പുരുക്ക് വ്യവസായശാലകളും ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ആണ്. അപ്പം വൻ ജലവൈദ്യുത പദ്ധതികളും ഇരുമ്പുരുക്ക് വ്യവസായശാലകളും ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ത് പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്? മഹലനോബിസ് പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956 തൊട്ട് 1961 വരെ ആണ്. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇത് 1961 തൊട്ട് 1966 വരെയുള്ള കാലയളവിലാണ് ഉണ്ടായിരുന്നത്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഗോതമ്പിന്റെ ഉൽപാദനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള പദ്ധതി ആയിരുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് ഊന്നൽ നൽകിയിരുന്നത്? കാർഷിക മേഖലയ്ക്കും പ്രത്യേകിച്ച് ഗോതമ്പിന്റെ ഉൽപാദനത്തിനും ഊന്നൽ നൽകിയ പദ്ധതിയായിരുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതി എന്നാൽ എന്തായിരുന്നു? ഒരു വൻ പരാജയം ആയിരുന്നു. ഇന്ത്യ പാക് യുദ്ധവും ഇന്ത്യ ചൈന യുദ്ധവുമായിരുന്നു ഈ പദ്ധതി വിജയത്തിൽ എത്താനായിട്ട് സാധിക്കാതെ ഇതിനെ തടഞ്ഞ മെയിൻ ആയിട്ടുള്ള റീസൺസ്. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചതും സംസ്ഥാന വൈദ്യുത ബോർഡുകളും സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡുകളും ആരംഭിച്ചത് ഏത് പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ആണ്. ഗ്രാമീണ മേഖലയിൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചതും സംസ്ഥാന വൈദ്യുത ബോർഡുകളും സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡുകളും ആരംഭിച്ചതും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ആണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1961 തൊട്ട് 1966 വരെ. കാർഷിക മേഖലയ്ക്കും ഗോതമ്പിന്റെ ഉൽപാദനത്തിനും ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഏത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് വരുന്ന മെയിൻ കാരണം എന്തായിരുന്നു? ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും. ഇനി നാലാം പഞ്ചവത്സര പദ്ധതി. 1969 തൊട്ട് 1974 വരെയാണ് എന്ത്? നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. കാലയളവ് ഏതൊക്കെയാണ്? നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1969 തൊട്ട് 1974 വരെ. ആരായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി കാലയളവിലെ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ടൈമില് പ്രധാനമന്ത്രി.
14 വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ചതും ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയതും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു? 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. കൂടാതെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശ് വിമോചന യുദ്ധവും നടന്നതും 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ആയിരുന്നു. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1969 തൊട്ട് 1974. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവില് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 14 വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ചതും ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നതും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു? 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ. കൂടാതെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നതും ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടന്നതും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു? 1969 തൊട്ട് 1974 കാലയളവിൽ ഉണ്ടായിരുന്ന 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു എന്ത്? പാകിസ്ഥാൻ യുദ്ധവും ബംഗാൾ വിമോചനവും നടന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗാൾ വിമോചന യുദ്ധവും നടന്നത്. ഇനി 5-ാം പഞ്ചവത്സര പദ്ധതി 1974 തൊട്ട് 1979 വരെയാണ് എന്ത്? 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1974 തൊട്ട് 1979 വരെ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ആയിരുന്നു എന്ത്? 5-ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ഊന്നൽ നൽകിയത്. അതായത് 5-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അതേതാണ്? ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം. ആരായിരുന്നു ആ സമയത്ത് 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ ടൈമിലെ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. 5-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന ഭാഗമായിരുന്ന മുദ്രാവാക്യം ഏതാണ്? ഗരീബി ഹട്ടാവോ. 1975 അടിയന്തരാവസ്ഥയും തുടർന്ന് വന്ന പൊതു തെരഞ്ഞെടുപ്പും 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ വിജയത്തിനെ സാരമായി ബാധിച്ചു. 1978 അധികാരത്തിൽ വന്ന മൊറാർജി ദേശായിയുടെ സർക്കാർ 5-ാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കി. അതിന്റെ കാരണം ലാസ്റ്റ് പറയും. 1975 അടിയന്തരാവസ്ഥയും തുടർന്ന് വന്ന പൊതുജന തെരഞ്ഞെടുപ്പും 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ വിജയത്തെ സാരമായിട്ട് ബാധിച്ചു. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1974 തൊട്ട് 1979 വരെയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായിരുന്നു എന്ത്? 5-ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ഊന്നൽ നൽകിയത്. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്ന മുദ്രാവാക്യം ഏതാണ്? ഗരീബി ഹട്ടാവോ. ഇനി 6-ാം പഞ്ചവത്സര പദ്ധതി. അതിന്റെ കാലയളവ് 1980 തൊട്ട് 1985 വരെയാണ്. 6-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്താണ്? 1980 തൊട്ട് 1985 വരെ. മൊറാർജി ദേശായി സർക്കാർ നടപ്പിലാക്കിയ 6-ാം പദ്ധതി റദ്ദാക്കിയ ഇന്ദിരാഗാന്ധി സർക്കാർ പുതിയ 6-ാം പദ്ധതി 1980 തുടക്കമിട്ടു. ആദ്യം എന്താണ്? മൊറാർജി ദേശായി സർക്കാർ 5-ാം പഞ്ചവത്സര പദ്ധതിനെ നിർത്തലാക്കി. എന്നിട്ട് അവര് 6-ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി. പിന്നെ അതിനുശേഷം ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ഈ 6-ാം പഞ്ചവത്സര പദ്ധതിനെ റദ്ദാക്കിയിട്ട് പുതിയ 6-ാം പഞ്ചവത്സര പദ്ധതി 1980 തുടങ്ങി. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 6-ാം പഞ്ചവത്സര പദ്ധതി. ഓർത്തു വെക്കണം. 6-ാം പഞ്ചവത്സര പദ്ധതി 1980, 1985 ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതി. വില നിയന്ത്രണം എടുത്തു കളഞ്ഞതും റേഷൻ കടകൾ നിർത്തലാക്കിയതും ജനങ്ങളുടെ ജീവിത ചിലവ് വർദ്ധിക്കുന്നതിന് ഇടയാക്കി. നബാർഡ് സ്ഥാപിതമായതും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? 6-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് നബാർഡ് സ്ഥാപിതം ആയത്. നബാർഡ് സ്ഥാപിതമായത് എന്നാണ്? 1982 ജൂലൈ 12. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12. കൂടാതെ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനായി കുടുംബാസൂത്രണം നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? 6-ാം പഞ്ചവത്സര പദ്ധതിയുടെ. 6-ാം പഞ്ചവത്സര പദ്ധതി 1980 തൊട്ട് 1985 വരെ. ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ട പദ്ധതിയാണ് ഏത്? 6-ാം പഞ്ചവത്സര പദ്ധതി. നബാർഡ് സ്ഥാപിതമായത് 6-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്. കൂടാതെ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനായി കുടുംബാസൂത്രണം നടപ്പിലാക്കിയതും
6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിൽ ആണ്. ഇനി അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതി. 1985 തൊട്ട് 1990 വരെയാണ് ഇത് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഓർത്തു വെക്കുക, 1985 തൊട്ട് 1990 വരെ. രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിലനിന്ന കോൺഗ്രസ് സർക്കാരാണ് 7ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. അപ്പൊ ആരായിരുന്നു 7ാം പഞ്ചവത്സര പദ്ധതി ടൈമിലെ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ശാസ്ത്ര സാങ്കേതിക വിദ്യയും വ്യാവസായിക ഉൽപാദനത്തിനും ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഏത്? 7ാം പഞ്ചവത്സര പദ്ധതി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വ്യാവസായിക ഉൽപാദനം. ഓർത്തു വെക്കുക. ആരായിരുന്നു പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. 5% വളർച്ച ലക്ഷ്യം വെച്ച പദ്ധതിക്ക് 6.01% വളർച്ചയും ആളോഹരി വരുമാന വളർച്ചാ നിരക്ക് 3.7% കൈവരിക്കാനായിട്ട് ആയിട്ടുണ്ട്. 7ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1985 തൊട്ട് 1990 വരെ. ആരായിരുന്നു പ്രധാനമന്ത്രി 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ടൈമിലെ? രാജീവ് ഗാന്ധി. ഇനി അടുത്തത് 8ാം പഞ്ചവത്സര പദ്ധതി. 1992 തൊട്ട് 1997 കാലയളവിൽ ഉണ്ടായിരുന്നത് എന്ത്? 8ാം പഞ്ചവത്സര പദ്ധതി. 1990-92 കാലഘട്ടത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോഴാണ് ഇത് 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. അപ്പൊ ഏത് ടൈമിലാണ് 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്? ഇന്ത്യയില് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്ന സമയത്താണ് 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1992 തൊട്ട് 1997 വരെ. 8ാം പഞ്ചവത്സര പദ്ധതി സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹ റാവു ആയിരുന്നു. ആ ടൈമിൽ ധനമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ധനമന്ത്രി. പ്രധാനമന്ത്രി PV നരസിംഹ റാവു. ആധുനികവൽക്കരണമായ വ്യവസായിക മേഖലയിലെ ആധുനികവൽക്കരണത്തിനാണ് എന്ത്? 8ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. കൂടാതെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO-യില് ഇന്ത്യ അംഗമാകുന്നതും 8ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. അതെന്താണ്? 1995 ജനുവരി 1-ന്. 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1992 തൊട്ട് 1997 വരെ. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോഴാണ് ഇത് 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. 8ാം പഞ്ചവത്സര പദ്ധതി സമയത്തെ പ്രധാനമന്ത്രി PV നരസിംഹ റാവു ആയിരുന്നു. ആ സമയത്തെ ധനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇന്ത്യ വ്യാവസായിക മേഖലയിലെ ആധുനികവൽക്കരണമാണ് 8ാം പഞ്ചവത്സര പദ്ധതിയിൽ മുഖ്യമായും ഊന്നൽ കൊടുത്തിരുന്നത്. കൂടാതെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനില് ഇന്ത്യ അംഗമാവുന്നതും 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ടൈമിൽ ആണ്, സമയത്ത് ആണ്. ഇനി അടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതി. 1997 തൊട്ട് 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിലാണ് ഇത് 9ാം പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിക്കുന്നത്. അന്ന് ആരായിരുന്നു പ്രധാനമന്ത്രി? അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും സാമൂഹിക നീതിയുമായിരുന്നു എന്ത്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ ചരിത്രപരമായ അസമത്വം ഇല്ലാതാക്കുന്നതിന്, അതായത് ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിന് പരിഗണന നൽകിയ പദ്ധതിയായിരുന്നു ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1997 തൊട്ട് 2002 വരെ. ചരിത്രപരമായ അസമത്വം അല്ലെങ്കിൽ ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിന് പരിഗണന നൽകിയിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി ആയിരുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരായിരുന്നു പ്രധാനമന്ത്രി? അടൽ ബിഹാരി വാജ്പേയി. ഇനി 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2002 തൊട്ട് 2007 വരെ ആയിരുന്നു. വാജ്പേയി സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച രണ്ടാമത്തെ 10ാം പഞ്ചവത്സര പദ്ധതി 1ാം UPA സർക്കാരിന്റെ കാലത്ത് പൂർത്തിയായ പദ്ധതിയുടെ അവസാന പകുതിയിൽ ആരായിരുന്നു പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ് ആയിരുന്നു അവസാന പകുതിയിലെ പ്രധാനമന്ത്രി. ആരംഭിച്ചത് വാജ്പേയി സർക്കാർ ആയിരുന്നു. 10ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് വാജ്പേയി സർക്കാർ ആയിരുന്നു. പക്ഷെ അവസാന പകുതിയിലെ പ്രധാനമന്ത്രി ആയത് മൻമോഹൻ സിംഗ് ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്? 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിൽ. ഓർത്തു വെക്കുക, വർഷം 2005. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2002 തൊട്ട് 2007 വരെ ആണ്.
ഇനി 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ഏത്? 11ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 2007 തൊട്ട് 2012 വരെ. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 തൊട്ട് 2012 വരെ. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി ആണ്. ആരായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതി ടൈമിലെ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ് ആയിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവില് പ്രധാനമന്ത്രി. 11ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് അറിയപ്പെട്ടിരുന്ന പദ്ധതി ആയിരുന്നു. കാലയളവ് 2007 തൊട്ട് 2012 വരെ. 12ാം പഞ്ചവത്സര പദ്ധതി 2012 തൊട്ട് 2017 വരെയാണിത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിലെ അവസാനത്തെ പദ്ധതിയാണേത്? 12ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ എത്ര പഞ്ചവത്സര പദ്ധതികളുണ്ട്? 12 പഞ്ചവത്സര പദ്ധതികളുണ്ട്. അതിലെ ഏറ്റവും അവസാനത്തെയാണിത് 12ാം പഞ്ചവത്സര പദ്ധതി. ഇത് 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത് എന്നാണ്? നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതി അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണേത്? 12ാം പഞ്ചവത്സര പദ്ധതി. 2012 തൊട്ട് 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ആര് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത്. പിന്നെ കൂടാതെ റോളിംഗ് പ്ലാൻ 1978 തൊട്ട് 80 വരെ. ആ സമയത്താണ് എന്ത്? ജനതാ പാർട്ടി ഗവൺമെന്റ് 5th 5-year പ്ലാൻ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 5ാമത്തെ പഞ്ചവത്സര പദ്ധതിനെ എന്താ പറയുന്നത്, റിജക്ട് ചെയ്തിട്ട് പുതിയ 6ാമത്തെ പഞ്ചവത്സര പദ്ധതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് ഇന്ദിരാഗാന്ധി 1980 6ാമത്തെ പുതിയ 5-year പ്ലാൻ കൊണ്ടുവന്നു. പിന്നെ ഉള്ള ഒന്നാണ് വാർഷിക പദ്ധതികൾ. 1990 തൊട്ട് 92 വരെ 5-year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ ഇല്ലായിരുന്നു. അതിന് പകരം അവിടെ ഉണ്ടായിരുന്നത് എന്താണ്? വാർഷിക പദ്ധതികളാണ് അതിന് പകരം ഉണ്ടായിരുന്നത്. ഈ വീഡിയോയിലൂടെ പഞ്ചവത്സര പദ്ധതികൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ഫർദർ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.